ഹായ് ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇവിടെ എനിക്ക് ജലദോഷമുണ്ട്. അപ്പോൾ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പം ഞാൻ കരുതി ഇന്ന് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായി എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ചക്കയപ്പത്തിന് വേണ്ടി നമുക്ക് കൂഴച്ചക്കയാണ് എടുക്കണത്. കൂഴച്ചക്കയിലും വരിക്കച്ചക്കയിലും ഉണ്ടാക്കാം കേട്ടോ. നമുക്കിത് മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കാം. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുത്തതിന് ശേഷം ഈ ചക്കയുടെ വലുപ്പിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ചക്കയപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടി മാവിടാം കേട്ടോ. ഞാൻ ഇപ്പോൾ അളവൊന്നും പറയുന്നില്ല, അതിനനുസരിച്ച് നമുക്ക് മാവിടാം. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അരിമാവ് വേണമെങ്കിലും മൈദ മാവ് വേണമെങ്കിലും ഏത് മാവ് വേണമെങ്കിലും എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം ഈ ചക്കയുടെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുന്നത്. ശർക്കര ഇപ്പോൾ ഇതിന് നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാത്രമേ ശർക്കര എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ശർക്കര പാനിക്ക് വേണ്ടി നമ്മളത് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഉരുക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങയും കൂടെ ചേർക്കും കേട്ടോ. ശർക്കര പാനി എപ്പോഴും നമ്മൾ ഉരുക്കിയെടുത്ത് ഒഴിക്കുന്നതാണ് നല്ലത്, കാരണം അതിൽ മണ്ണൊക്കെ കാണും കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ തേങ്ങയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് തേങ്ങയൊക്കെ ചേർത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിൽ അതേപോലെ തന്നെ ഞാൻ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ലാത്തതാണ്. അതിനുശേഷം നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന പാനി ഉണ്ടല്ലോ, ശർക്കര പാനി, അതും കൂടെ ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ ഇതിന് ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചാണ് ഇതേപോലെ ഇളക്കണം. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്ക് ശർക്കര പാനിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മാവ് കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ചൂടോടുകൂടി നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ വട്ടത്താമര ഇലയിലാണ് ഇത് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. പല നാട്ടിലും പല രീതിയിലാണ് പറയുന്നത് കേട്ടോ. നമ്മളിവിടെയൊക്കെ പറയുന്നത് വട്ടത്താമര ഇലയെന്നാണ് പറയുന്നത്. നമ്മൾ കൂടുതലും ചക്കയപ്പം ഉണ്ടാക്കാനും ഇലയപ്പം ഉണ്ടാക്കാനും ഒക്കെ ഈ വട്ടത്താമര ഇലയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വാഴയിലയിലും ഉപയോഗിക്കും കേട്ടോ. അപ്പം വട്ടത്താമര ഇല നല്ലോണം ഒന്ന് കഴുകി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം അതിലിട്ട് നമുക്ക് മാവ് ഇതേപോലെ ഒന്ന് എടുത്ത് വെച്ച് നല്ലോണം മടക്കി വയ്ക്കാം കേട്ടോ. മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ സമയം കൊണ്ട് ഇഡ്ഡലിക്കൂട്ടം എടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കാരണം നമ്മൾ ഒരു അരമണിക്കൂറോളം നമുക്കിത് വേവാനുള്ള സമയം വേണം. അപ്പോൾ പെട്ടെന്ന് വെള്ളം ഒന്ന് വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണമെന്ന് പറയണം. അതിന് ശേഷം നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇതല്ല, നമ്മൾ വേറൊരു പാത്രമാണ് അതിൻ്റെ അടിയിലോട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മളെല്ലാം ചക്കയപ്പം അതിലോട്ട് എടുത്ത് വയ്ക്കും കേട്ടോ. വച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, വെന്താന്നൊക്കെ തുറന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടില്ലെന്ന് പിന്നെ ഞാൻ അടച്ചതിന് ശേഷം ഒരു 1/4 മണിക്കൂർ, മൊത്തം എനിക്ക് അരമണിക്കൂറാണ് ഇതിന് വേവാൻ വേണ്ടി സമയം വന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചക്കക്കാലം അല്ലേ, എല്ലായിടത്തും ചക്ക കാണും. എന്തായാലും മഴ സമയമൊക്കെയാണ്. അപ്പോൾ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരെല്ലാം ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ.